ഹലോ റെയിൻബോസ്. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് പെയിൻറ്റിങ് വീഡിയോ ആണ്. പെയിൻറ്റിങ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് സിമ്പിളാണ് എന്ന് വിചാരിച്ച് തുടങ്ങിയ പരിപാടിയാണ്. പക്ഷേ ഇത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പെയിൻറ്റിങ് ആണ്. ആർക്ക് വേണേലും ചെയ്യാമെന്നുള്ളത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. എൻ്റെ എല്ലാ കുളിർതൈമകളും ഞാൻ ചെയ്ത് വയ്ക്കുന്ന ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചു പെയിൻറ്റിങ്. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പർ ചൂസ് ചെയ്താൽ നന്നായിരിക്കും. ഞാനിവിടെ ബേസിക്കലി ബ്ലൂ കളറും വൈറ്റ് കളറും ഒരേ ഇല എടുത്തിട്ടുണ്ട്. ബ്ലൂ കളറിൽ ഡാർക്ക് ഷെയ്ഡും പിന്നെ അതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ലൈറ്റ് ബ്ലൂ ഉണ്ടാക്കിയത് വെച്ചിട്ട് മുത്തായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പെയിൻറ്റിൻ്റെ സ്ട്രോക്സ് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. മൊത്തമായിട്ട് നമ്മൾ ഇതേ ബ്ലൂ കളർ കംപ്ലീറ്റ്ലി അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ഇല ചൂസ് ചെയ്തിട്ടുണ്ട്. അതും കുറച്ച് കൺഫ്യൂഷനായിരുന്നു. പിന്നെ കുറച്ച് നെർവ്സ് കൂടുതലുള്ള ഇല എടുക്കാൻ വിചാരിച്ചു. ആ ഇലയിൽ നമ്മൾ വൈറ്റ് പെയിൻറ്റ് മൊത്തമായിട്ട് ബാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തമായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇല ഉണ്ടല്ലോ അത് നമ്മുടെ ക്യാൻവാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അമർത്തി കൊടുത്തതിന് ശേഷം ഈ ഇല അത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇംപ്രിൻ്റ് അതിൽ വരും. ഇങ്ങനെ നമ്മൾ ഈ ഒരു പേപ്പർ മൊത്തം അത്യാവശ്യം ഇലകൾ ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ കോട്ട് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വൈറ്റിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈറ്റ് ബ്ലൂ കളർ കിട്ടും. ഇതിന് ശേഷം ഒരു തിൻ ബ്രഷ് എടുത്തിട്ട് നമ്മൾ വരച്ച് വെച്ച ഇലയുടെ സൈഡിലൂടെ ഒരു ഔട്ട്ലൈൻ പോലെ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു സിംഗിൾ കോട്ട് ബ്ലൂ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മാറി മാറി കൊടുക്കുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. പിന്നെ നമ്മൾ വീണ്ടും ഇലയുടെ ബാക്കിൽ വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പിന്നെയും കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ബേസിക്കലി ഒരു ബ്ലൂ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇലകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ബ്ലൂ പെയിൻറ്റ് വീണ്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബോർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെയും നമ്മൾ ബ്ലൂ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഈ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ബ്ലൂ പെയിൻറ്റ്, വീണ്ടും ബോർഡർ, വീണ്ടും ബ്ലൂ പെയിൻറ്റ്, വീണ്ടും ഇല. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ത്രൂ ഔട്ട് ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് വരച്ച ഇലകളുണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റ് വരച്ചത്
അതിൻ്റെ വെയിൻസ് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെയുള്ള ലെയേഴ്സിൽ നമ്മൾ വൈറ്റ് വെച്ചിട്ട് അതിൻ്റെ വെയിൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മളെ ചാനലിൽ ഒരു മിനിയേച്ചർ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാവേ, ഒന്ന് കയറി കണ്ടു നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പെയിൻറ്റിങ് ഒട്ടും അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈസിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനിയും കാണാം കേട്ടോ. Always be your happy self.